ഭക്തിയുടെ പാരമ്യത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പ്രസിദ്ധമായ മഹാരഥോത്സവം ഇന്ന് നടക്കും. രാവിലെ 11:15 രഥം വലിയുടെ മുഹൂർത്തം ആരംഭിക്കും. വൈകിട്ട് 5 മണിക്ക് രഥം വലി നടക്കും. ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. വിവരങ്ങളുമായി മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുണ്, ഭക്തിയുടെ പാരമ്യത്തിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. പ്രസിദ്ധമായ രഥോത്സവം, അതിൻ്റെ രഥം വലിയുടെ മുഹൂർത്തം 11:15 അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. തീർച്ചയായും ഭക്തിപരമായ കാഴ്ചകളാണ് ഇവിടെയെല്ലാം ഉള്ളത്. എല്ലായിടങ്ങളിലും ദേവീ മന്ത്രസ്തുതികൾ മാത്രം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും വിശിഷ്ടമായ, ഏറ്റവും പവിത്രമായ ഒരു ദിവസമാണ് ഇന്നാണ് മഹാരഥം ബലി നടക്കുക, രഥോത്സവം നടക്കുക. അതിനുള്ള ഒരു ക്രമീകരണങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഈ ഒരു മുഹൂർത്ത ആ സമയത്തേക്ക് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അതിനനുസരിച്ചുള്ള വലിയ ക്രമീകരണങ്ങൾ കൂടിയുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ആ രഥം ഇങ്ങനെ തയ്യാറായി ഇരിക്കുകയാണ്. എന്തായാലും 11:15 രഥം വലിയുടെ മുഹൂർത്തം ആരംഭിക്കുക. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ ക്ഷേത്രത്തിൽ പൂർത്തിയായിരിക്കുകയാണ്. 5 മണിയോടെയാണ്, വൈകിട്ട് 5 മണിയോടെയാണ് രഥം വലിക്കുകയും ചെയ്യുക. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം, അതായത് മലയാളികളടക്കമുള്ള ഒരു ഭക്തരുടെ ഒരു വലിയ പ്രവാഹം കൂടി ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഉണ്ട്. ആ ഒരു തിരക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. കേരളത്തിന് പുറത്ത് മലയാളികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. എന്തായാലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ക്ഷേത്രത്തിൽ മലയാളികളായിട്ടുള്ള തീർത്ഥാടകർ കൂടി നമുക്കൊപ്പം. എവിടെ നിന്നാണ് വരുന്നത്? തിരുവനന്തപുരത്ത് നിന്നാണ്. നമ്മൾ അമ്മയുടെ വലിയൊരു ഭക്തനാണ്. സ്ഥിരമായിട്ട് വരാൻ കഴിയണമുണ്ട്. ഇതിന് വലിയ അനുഗ്രഹമായിട്ട് കാണുകയാണ്. എല്ലാ വർഷവും വരാറുണ്ട്? എല്ലാ വർഷവും വരാറുണ്ട്. അല്ലാതെ രഥോത്സവം അല്ലെങ്കിലും ഇടയ്ക്ക് വന്ന് തൊഴുതു പോകാനുള്ള ഭാഗ്യമുണ്ട്. ഈ ഒരു ദിവസം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ ഒരു ദിവസത്തിൽ ഇവിടെ നിൽക്കാൻ കഴിയുക എന്നതൊരു മഹാഭാഗ്യവും അമ്മയുടെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് സാധിക്കുകയുള്ളൂ. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണാൻ പറ്റുകയാണ്. അതുതന്നെയാണ് തീർത്ഥാടകരുടെ ഒരു വലിയ ഒരു പ്രവാഹം തന്നെയാണ് ഉള്ളത്. എല്ലാ വർഷവും ഇവിടേക്ക് വരാറുണ്ട്? എല്ലാ വർഷവും വരാറുണ്ട്. അധിക ദിവസം വരാം. പക്ഷേ ആദ്യമായിട്ടാണ് ഈ ഉത്സവത്തിനായിട്ട് വരുന്നത്. നല്ല സന്തോഷമുണ്ട് കാര്യങ്ങളിലൊക്കെ ആയിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെ ഇവിടെ. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. എന്തായാലും പെട്ടെന്ന് ലീവ് കിട്ടിയപ്പോൾ കൂടെ വന്നാണ്. എല്ലാ വർഷവും വരാറുണ്ട്? എല്ലാ 10-14 വർഷം വരാറുണ്ട്. ഇത് കുംഭത്തിലെ ഇത് മഹാരഥോത്സവമല്ലേ. മഹാരഥോത്സവം വലിയതാണ്. നമ്മളെ മറ്റേ നവരാത്രിക്കല്ലേ ചെറിയ ഉത്സവം. ഇത് ഭയങ്കര ഇതുണ്ട്. വിശേഷാൽ നല്ല വൃത്തിയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ നിൽക്കുക എന്നത് ഒരു പൂർവ്വജന്മ സുഹൃതമായാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പവിത്രമായ ഒരു കാര്യമായി തന്നെയാണ് ഭക്തരൊക്കെ തന്നെ കാണുന്നത്. അമ്മ വിളിച്ച് ഇവിടേക്ക് എത്തി ഈ ഒരു ദിവസം, ഈ ഒരു നിമിഷം ഇവിടേക്ക് നിൽക്കുക എന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചോളം ഏറ്റവും പുണ്യമാണ്. ആ ഒരു ദിവസത്തേക്ക് ഇവിടെ എത്താൻ കഴിയുക എന്നത് ഒരു വലിയ മഹാഭാഗ്യമായി കാണുന്നു. അതാണ് മലയാളികൾ അടക്കമുള്ള തീർത്ഥാടകർ എല്ലാ വർഷവും വരാറുള്ളതാണ്. എല്ലാ വർഷവും രഥോത്സവത്തിന് വരാറില്ല. യാദൃശ്യമായിട്ടാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ അമ്മയുടെ ഒരു അനുഗ്രഹം അല്ലേ? അമ്മയുടെ അനുഗ്രഹം അതുതന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. എന്തായാലും ഈ ഒരു ദിവസം ഇവിടേക്ക് എത്താൻ കഴിയുക എന്നത് ഏറ്റവും ഭാഗ്യമായാണ് ഭക്തരൊക്കെ കാണുന്നത്. എന്തായാലും ആ ഒരു നിമിഷത്തിലേക്ക് കടക്കുകയാണ്. 11:15 ഇന്നത്തെ രഥം ബലിയുടെ മുഹൂർത്തമുള്ളത്. അതിനായുള്ള ഒരു കാത്തിരിപ്പിലാണ് നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രദേശമൊക്കെ തന്നെ ഭക്തരെ കൊണ്ട് നിബിഡമാകും. അത് അനുസരിച്ച് ഒരു വലിയ ക്രമീകരണങ്ങളൊക്കെ തന്നെ അല്പസമയങ്ങൾക്ക് ശേഷം ഇവിടേക്ക് ഒരുക്കുകയും ചെയ്യും. എന്തായാലും ഭക്തിയുടെ പാരമ്യത്തിൽ തന്നെയാണ് ക്ഷേത്ര സന്നിധി ഒന്നാകെ ഉള്ളത്. വലിയ ഒരു ഭക്തജന തിരക്കായിരുന്നു ഇന്ന് രാവിലെ 3 മണിക്ക് നട തുറന്ന ആ ഒരു സമയം മുതൽ ഇവിടേക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും ക്ഷേത്രത്തിനുള്ളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. എന്തായാലും ഈ രഥം വലിയുടെ എല്ലാ ക്രമീകരണങ്ങളും, മഹാരഥോത്സവത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായി. ഭക്തിയുടെ പാരമ്യത്തിൽ തന്നെയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമുള്ളത്. നിഖില്. ശരി അരുണ, ഭക്തിയുടെ പാരമ്യത്തിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. പ്രസിദ്ധമായ മഹാരഥോത്സവം ഇന്ന് നടക്കും. രാവിലെ 11:15 രഥം വലിയുടെ മുഹൂർത്തം ആരംഭിക്കും. വൈകിട്ട് 5 മണിക്ക് രഥം വലി നടക്കും. ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. മലയാളികളടക്കം നിരവധി ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈയൊരു രഥോത്സവത്തിൻ്റെ വിശദമായ വിവരങ്ങൾ, വിശദമായ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളടക്കം വരും ബുള്ളറ്റിനുകളിലും ജനം TV തുടരും. ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും അരുൺ കൊടുങ്ങൂരാണ്.